അപ്പോഴേ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണില്ല, കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് കേട്ടോ. കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണില്ല. അപ്പോൾ എൻ്റെ മോൻ എന്ന് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്നതാണ്. ഇതാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. ഇനിയിപ്പോൾ ടീനേജേഴ്സിന്റെ അമ്മമാർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. എങ്ങോട്ട് വിളിച്ചാലും ഇത് വരില്ല. ഇതിനോട് പറയും, എടാ ഒന്ന് പുറത്തിറങ്ങിക്കടാ, ഇറങ്ങില്ല. പുറത്തൊക്കെ കുട്ടികളുണ്ടോ, ഒന്ന് ഫ്രണ്ട്സിന് ആരെങ്കിലും ഒന്ന് ഉണ്ടോ നോക്ക്, കൂടെ സ്കൂളിൽ പഠിക്കണേ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ പുറത്തിറങ്ങില്ല. പിന്നെ ഇവനോട് പറയും, എടാ ഒന്ന് സൈക്കിള് എടുത്തൊന്ന് ചുറ്റിപ്പോരടാ. അപ്പൊ പറയും, എന്തിന്, എന്റെ ആവശ്യമില്ല. ഇവൻ എന്ത് ചെയ്യും, വൈകുന്നേരം വേണമെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി ബാഡ്മിന്റൺ ഒക്കെ കളിച്ച് ഞങ്ങളോട് വാക്കിങ് ചെയ്ത് അങ്ങോട്ട് പോരും. പക്ഷെ കുട്ടി സ്കൂളിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നല്ല കമ്പനിയാണ്, എല്ലാവരും കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ പിന്നാലെ അടുക്കുക, എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമ്മള് ഒന്ന് പോരടാ, ഒന്ന് ഡ്രസ്സ് ഇട്ടോ, ഒന്ന് അനങ്ങിക്കോ. ഇതിന് അനങ്ങാൻ മടിയാണ്. ഇത് വീട്ടിനുള്ളിൽ വെറുതെ കിടന്നാലും കുക്കീൻ്റെ കൂടെ കളിച്ച് കിടന്നാലും ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. ആൾക്കാരോട് വർത്താനം പറയാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഇതിനെ ഒന്നും ഈ കേക്ക് എല്ലാരോടും കൂടി പറയണവരോട് ഞാൻ ഇതിനെ ഒന്നും പഠിപ്പിക്കണില്ല. ഞാൻ ഇതിനോട് പറയുന്നുണ്ട്, ഫ്രീഡം എടുത്തോ, ഫ്രീഡം എടുത്തോ. ഫ്രീഡം ഞാൻ കൊടുക്കാഞ്ഞിട്ടില്ല, ഫ്രീഡം വേണ്ട. അല്ലെങ്കിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമോ ആരെങ്കിലും എനിക്ക് തരേണ്ട കാര്യമല്ലല്ലോ. അത് അവനവന്റെ ഫ്രീഡമാണ്, അവനെ എടുക്കുക. അല്ല എനിക്കതിൽ ഒരു പങ്കുമില്ല. ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ, ഇതിന് ഉന്തി പുറത്തേക്ക് ഇടാൻ കഴിയുമോ ഇത് പറഞ്ഞുകാണ്ട്. അപ്പൊ ഇതിന് താല്പര്യമില്ല. ഇത് കുടുംബക്കാരുടെ ഇടയ്ക്കാണെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിയണമെങ്കിൽ വരാൻ താല്പര്യമില്ല. അങ്ങനെ പിന്നീത് കാട് കൊണ്ടുവരണം. അപ്പൊ അത് ഞാൻ ഫ്രീഡം കൊടുക്കാത്ത പ്രശ്നമല്ല. പിന്നെ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞു 10ാം ക്ലാസ്. അപ്പൊ CBSE കുറച്ച് വിചാരിച്ച മാർക്ക് ഉണ്ടായില്ല കണക്കിലും സയൻസിലും ഒന്നും. സയൻസിൽ നല്ല പ്രതീക്ഷിച്ച, അപ്പൊ CBSEന്റെ എല്ലാവരും കേട്ടില്ലേ. സയൻസിൽ ആർക്കും മാർക്കില്ല ചുരുക്കി പറഞ്ഞാൽ. ഈ രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കാര്യമായിട്ട് കുറച്ചാണോ ഒന്നും നമുക്കറിയില്ല. അപ്പം ഇവൻ തീരുമാനിച്ച് കണക്ക് എന്തായാലും എഴുതുക, അത് കഴിഞ്ഞ് അതേപോലെ സയൻസ് എഴുതുക. കാരണം ഓന് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടണം. ഇത് ഞാൻ നിർബന്ധിച്ചല്ല, ഇവൻ സ്വന്തം പറഞ്ഞ, ഇല്ലെങ്കിൽ ഓൻ കൂലിപ്പണിക്ക് പോകുമ്പോഴും. പക്ഷെ നാട്ടുകാർ പറയാണ് ഇത് ടോർച്ചറാണ്. എന്തിനാ കുട്ടീനെ ടോർച്ചർ ചെയ്യണ്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എഴുതിപ്പിക്കുക. ഞാനൊന്നും എഴുതിപ്പിച്ചില്ലാന്ന്. ഇത് കൊമേഴ്സ് പോകണമെങ്കിൽ കൊമേഴ്സിന് പോയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് പോകണമെങ്കിൽ ഹ്യൂമാനിറ്റീസിന് പോയിക്കോട്ടെ. പക്ഷെ ഇവന് വേണ്ട. ഇവനോട് ഇപ്പൊ എഴുതാന്നുള്ള കുട്ടീനോട് എനിക്ക് എഴുതണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇതിനെ അടച്ചിട്ട് വളർത്തുന്നില്ല. ഞാൻ ഇപ്പൊ എല്ലാരും കേക്കല്ലേ പറയണേ, ഞാൻ തുറന്നിട്ട് വളർത്തുക, പക്ഷെ തുറന്നിട്ട് ഇത് പോവില്ല. പിന്നെ സ്വന്തം കുട്ടിയല്ലേ, ആർക്കെയും കഴിയോ ഈ വെയിലത്തേക്കും ചൂടത്തേക്കും തച്ച് പയിപ്പിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെയും ഫേസ് ചെയ്ത ഒരു വിഷയമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ അമ്മമാര് പാരന്റ്സ് ഫ്രീഡം കൊടുക്കായല്ല, ഈ ടീനേജേഴ്സിന് പുറത്തിറങ്ങാൻ താല്പര്യം കഴിഞ്ഞിട്ടാ. ഈ കയ്യും കാലും പിടിച്ച് വേണം എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവാൻ. ഒന്ന് ഡ്രസ്സ് ഇട്ടാന്ന് 10 വട്ടം പറഞ്ഞാലേ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ ഫ്രീഡം വേണ്ടതിൽ ജാസ്തി കൊടുത്തിട്ട് കുട്ടി പോവാത്താണ്. അല്ലാതെ പാരന്റ്സ് ഫ്രീഡം കൊടുക്കില്ല, സ്ട്രിക്റ്റ് ആണെന്നൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്ക് അറിയുള്ളൂ.